ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മാത്തമാറ്റിക്സ് ആൻഡ് തോട്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അംശബന്ധം. ഈ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസിലെ 1ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു സമബഹുഭുജത്തിൻ്റെ അകക്കോണിൻ്റെയും പുറം കോണിൻ്റെയും അളവുകൾ തമ്മിലുള്ള അംശബന്ധം 7:2 ആണ്. ഓരോ കോണും എത്രയാണ്? ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? അപ്പോൾ എന്താ ക്വസ്റ്റ്യന്? അതായത് ഒരു സമബഹുഭുജത്തിൻ്റെ അകക്കോണിൻ്റെയും പുറം കോണിൻ്റെയും അളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന് തന്നിട്ടുണ്ട്? 7:2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞിട്ടുള്ള അകക്കോണിൻ്റെതും 2 എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞിട്ടുള്ള പുറം കോണിൻ്റെയും അളവാണ് അല്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഈ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററിൽ തുല്യമായിട്ട് ഭാഗിച്ചിട്ടുണ്ടാവില്ലേ? ആ തുല്യമായിട്ട് ഭാഗിച്ചതിൽ 7 പാർട്ട് അകക്കോണും 2 പാർട്ട് പുറം കോണുമാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ആ തുല്യമായിട്ട് ഭാഗിച്ച ആ ഒരു എക്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇതിൽ കൂടാതെ എന്തും കൂടെ കണ്ടുപിടിക്കണം, ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ നോക്ക്, ഇതിൽ ഞാൻ റഫായിട്ടൊരു ത്രികോണം ഇവിടെ വരച്ചിട്ടുണ്ട്. 3 സൈഡും ഈക്വൽ ആയിട്ടുള്ളൊരു ത്രികോണത്തിൻ്റെ അകക്കോൺ എന്ന് പറയുന്നത് ഇതാണ്, പുറം കോൺ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ ഇത് റഫായിട്ടുള്ള വരച്ചിട്ടുള്ളൊരു ചിത്രമാണ്. അപ്പോൾ അകക്കോണിൻ്റെ അളവ് 7x പുറം കോണിൻ്റെ അളവ് 2x എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, അകക്കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ax ആയിട്ട് എടുക്കാം. അതായത് ഏതോ ഒരു തുല്യ ഭാഗമാക്കിയതിൻ്റെ 7 പാർട്ടാണ് എന്ത് അകക്കോൺ വരുന്നത് അല്ലേ? പിന്നെ 2 പാർട്ടാണ് എന്ത് പറയുന്നത്? പുറം കോൺ വരുന്നത്. അപ്പോൾ നമുക്കറിയില്ലല്ലോ എത്ര ഈക്വലായിട്ടുള്ള ഭാഗമാണ് ആക്കിയത്, എത്രയാണ് എക്സ് എന്ന് പറയുന്ന നമ്പറൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിന് എന്തിട്ടൂല, അപ്പോൾ നമ്മളത് എക്സ് ഇട്ട് കൊടുത്തതാണ് ഇവിടെ. അപ്പോൾ അകക്കോണിൻ്റെ അളവ് ax എന്ന് എഴുതി, പുറം കോണിൻ്റെ അളവ് സമം 2x എന്ന് എഴുതി. ഇനി നോക്ക്, ഇനി നമുക്കൊരു കാര്യം അറിയാം, അകക്കോണിൻ്റെയും പുറം കോണിൻ്റെയും തുക എല്ലായ്പ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ അത് വേണ്ടവർ സൈഡിൽ എഴുതി വെച്ചോളാം. അകക്കോണിൻ്റെയും പുറം കോണിൻ്റെയും തുക എല്ലായ്പ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതാണ്? ax കൂട്ടണം 2x സമം എന്ത് കിട്ടി? 180 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഇനി 7x + 2x എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? 9x ആണ് അല്ലേ? അപ്പോൾ 9x സമം എന്തെന്ന് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഗുണിക്കണം എന്നുള്ള 9നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നായില്ലേ? അപ്പോൾ എക്സ് സമം 180, ആദ്യം ഇവിടെ ഉള്ളത് 180 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടി. അപ്പോൾ അത് എത്ര ഉണ്ടാവുക? 18ൽ 9 2 പ്രാവശ്യം വരും, പിന്നെ ഇവിടെയുള്ള 0 ഉണ്ടാവില്ല. അപ്പോൾ 20 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് 20 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ 20 ഡിഗ്രിയുടെ 7 മടങ്ങാണ് അകക്കോണ്, ഈ 20 ഡിഗ്രിയുടെ 2 മടങ്ങാണ് എന്ത്? പുറം കോണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ എക്സ് 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് പറയാൻ പറ്റും? അകക്കോണിൻ്റെ അളവ് എത്രയാണെന്നും പുറം കോണിൻ്റെ അളവ് എത്രയാണെന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോക്കുക, അപ്പോൾ അകക്കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ചെയ്യാം? ax എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 7 × 20, അപ്പോൾ എത്രയായി? 140 ഡിഗ്രി. അതുപോലെ പുറം കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 × 20, അപ്പോൾ എത്രയായി? 40 ഡിഗ്രി. 2 × 20 എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ബഹുഭുജത്തിന് എത്ര വശമുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഏതൊരു സമബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ ഏതൊരു സമബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? എല്ലായ്പ്പോഴും അതെന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതായത് സമബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക എന്തായിരിക്കും? സമം എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതായത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. ആ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ നോക്ക്, അപ്പം നമുക്കറിയാം പുറം കോണുകളുടെ ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രിയാണ്.
അപ്പോൾ അതിൽ നിന്നും നമുക്ക് ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം കിട്ടണമെങ്കിൽ പുറംകോണുകളുടെ തുകയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? പുറംകോണുകളുടെ തുകയെ അതിലെ ഒരു കോണിൻ്റെ അളവ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര ഈക്വൽ പാർട്ട് ആക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത്രയും ആ ഒരു അളവായി ആ ഒരു എണ്ണമായിരിക്കില്ല. അപ്പോൾ എത്ര ഈക്വൽ പാർട്ട് ഈ 360 ഡിഗ്രീനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പുറംകോണിൻ്റെ അളവായിട്ടുള്ള 40 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും അതിലെ വശങ്ങളുടെ എണ്ണം. അപ്പോൾ എന്താണ്? ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം സമം 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 40 ഡിഗ്രി. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? പുറംകോണുകളുടെ തുക ഡിവൈഡഡ് ബൈ ഒരു പുറംകോണിൻ്റെ അളവ്. അപ്പോൾ അത് എത്രയാണെന്ന് കിട്ടി? 0യും 0യും ക്യാൻസൽ ചെയ്യാം അല്ലേ? 0യും 0യും വെട്ടി. പിന്നെ 36ൽ എത്ര 4 ഉണ്ടാവും? 9 4. അപ്പോൾ 9 എന്ന് കിട്ടി. അപ്പം ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് കിട്ടി? 9 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 എന്ന അംശബന്ധത്തിലാണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, അവിടെ തന്നിട്ടുള്ളത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണത്തിൻ്റെ റേഷ്യോ ആണ് തന്നത്. അപ്പോൾ പെൺകുട്ടികളുടേതാണ് ആദ്യം പറയുന്നത് എയിലെ. ആദ്യം പറയുന്നത് ഏതാണോ അതാണ് ആദ്യത്തേതിൻ്റെത്. അപ്പോൾ പെൺകുട്ടികളുടേത് എയും ആൺകുട്ടികളുടേത് 5ഉമാണ് അല്ലേ? പിന്നെ നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ തന്നിട്ടുള്ള കണ്ടീഷനാണെന്ത്? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. എന്നിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ട് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്ക്, അപ്പോൾ ഞാൻ ഈ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ആൻസർ എഴുതിയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ലെങ്തി ആയിപ്പോവും വീഡിയോ. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എങ്ങനെയാണ്? പെൺകുട്ടികളുടെ എണ്ണം എന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 7x. ആൺകുട്ടികളുടെ എണ്ണം എന്നത് 5x ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ 7:5 എന്ന് തന്നത് കൊണ്ട് നമുക്ക് എന്തെടുക്കാം? പെൺകുട്ടികളുടെ എണ്ണം ax, ഏതോ ഒരു സംഖ്യയുടെ 7 മടങ്ങ്, അതായത് തുല്യമായിട്ട് ഭാഗിച്ചിട്ടുണ്ടാകും, ആ ഭാഗിച്ചതിൻ്റെ 7 മടങ്ങ്, അതുകൊണ്ട് 5 മടങ്ങ്, അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ആ എക്സിനെയും കണ്ടുപിടിക്കണം. അതിനെന്താ നമുക്ക് ചെയ്യുക? അപ്പോൾ ഈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് തന്നിട്ടുള്ളത്? ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലേ? അതെന്താണ്? എന്തായിരുന്നു കണ്ടീഷൻ? അതായത് പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ 8 കൂടുതലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റി? പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുത്തത്? ax. അപ്പം ax സമം എന്താന്ന് പറയാൻ പറ്റി? ആൺകുട്ടികളുടെ എണ്ണമായിട്ടുള്ള 5x. ആ 5x എന്ന് എഴുതി. അതിനേക്കാൾ എന്ത് കൂടുതലാണ്? 8 കൂടുതലാണ്. അപ്പോൾ +8. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയ ഇക്വേഷൻ? ആ തന്നിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ax = 5x + 8 എന്ന് അല്ലേ? അതായത് പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ 8 കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? എക്സ് ഉള്ള ടേംസിനൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും അല്ലേ? എക്സ് ഉള്ള ടേമിനൊക്കെ നമ്മൾ ഈ ഇടത് സൈഡിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ വില കണ്ടുപിടിക്കും. അപ്പോൾ axൽ നിന്നും 5x നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 2x. അപ്പോൾ 2x സമം എന്താന്ന് കിട്ടി? 8 എന്ന് കിട്ടി. അപ്പോൾ എക്സ് സമം എന്തായിരിക്കും? ഗുണിക്കണം എന്നുള്ള 2നെ ഞാൻ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ 8 ആദ്യം ഉള്ളത് ഇവിടെ തന്നെ നിർത്തേണ്ടത് വേണം. അപ്പോൾ x = 8/2. അപ്പോൾ അത് എത്ര ഉണ്ടാവുക? ആൻസർ എത്ര ഉണ്ടാവുക? 8/2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇനി x 4 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം പറയാൻ പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെ? പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ 7xൻ്റെ സ്ഥാനത്ത് എക്സിൽ എന്ത് കൊടുത്താൽ മതി? 4 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 7 × 4 എത്രയാണെന്ന് കിട്ടി? 28. അതുപോലെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 5xൽ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി? 5 × 4 അത് എത്രയാണ് വരിക? 20. 5 × 4 20. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 28 എന്നും ആൺകുട്ടികളുടെ എണ്ണം 20 എന്നും നമുക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്